പലവിധം രോഗങ്ങൾ, അമിതവണ്ണം എന്നിവയൊക്കെയുള്ളവരെ അമേരിക്കയിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ സർക്കുലർ. ഈ സർക്കുലർ ഈ എംബസികളിലേക്കും കോൺസുലേറ്റുകളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വിസ ഓഫീസർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം രോഗങ്ങളുണ്ട്. നിങ്ങളുടെ ആ ചോദ്യാവലിയിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാകും ഏതൊക്കെ തരം രോഗങ്ങളാണുള്ളത്. ഇനി അങ്ങനെ രോഗങ്ങളുള്ളവരെ ഇങ്ങോട്ട് കടത്തിവിടില്ല, അവർക്ക് വിസ കിട്ടില്ല. വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടില്ല. അതിൻ്റെ പ്രധാനമായ കാരണം പറയുന്നത്, ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ വരികയാണെങ്കിൽ ഇവിടെ അവർക്ക് മതിയായ ചികിത്സയ്ക്ക് പൈസ ഒന്നും കാണുകയില്ല. അവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. അവർക്ക് വേണ്ടി മറ്റുള്ളവർ, അതായത് ഇവിടുത്തെ ടാക്സ് പേയേഴ്സ് അവർക്ക് വേണ്ടി പണം മുടക്കേണ്ട ഒരു സ്ഥിതി വരും. അതുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ഇവിടെ മതിയായ ചികിത്സ കിട്ടാനായിട്ട് അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതിന് മാത്രം സാമ്പത്തിക സ്ഥിതി ഇവിടെ ഇപ്പം വിസായിക്കോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിനോ അപേക്ഷിക്കുന്ന ആളുകൾക്ക് അതിന് മാത്രം സാമ്പത്തിക സ്ഥിതി ഇവിടെ ഉണ്ടാവണം എന്നില്ല. ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ഒരു പക്ഷേ ബന്ധുക്കൾക്ക് വേണ്ടി ഫയൽ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ കാണുമായിരിക്കും. കാരണം അവർക്ക് ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ അങ്ങനെയല്ലാത്തവർക്ക് ഇങ്ങോട്ട് വരുന്നത് അത്ര എളുപ്പമല്ലാതാവുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ പ്രായമുള്ള കാരണവന്മാരെ ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് അവർക്ക് മെഡിക്കെയ്ഡ്, ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, വീട്, സൗജന്യമായിട്ടുള്ള വീട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചെടുക്കുന്നതിന് നമ്മുടെ ആളുകളൊക്കെ ബിരുദന്മാരായിരുന്നു എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മളെക്കാൾ ബിരുദന്മാരാണ് ഗുജറാത്തികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ. അപ്പോൾ എങ്ങനെയും ഈ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പോൾ ഇതിൽ രോഗമൊരു കുറ്റമല്ല, പക്ഷേ ആ രോഗം അമേരിക്കയ്ക്കൊരു ബാധ്യത ആകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകൾ, സാധാരണ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഒരു B1 B2 ബിസിനസ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് മെഡിക്കൽ പരിശോധന ഉണ്ടോ എന്നുള്ള കാര്യത്തിനെപ്പറ്റി എനിക്ക് അത്ര ഉറപ്പില്ല. നേരെ മറിച്ച് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് വിശദമായ പരിശോധനയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം വിസ ഓഫീസറുടെ മുന്നിൽ ചെല്ലും. കൃത്യമായ പരിശോധന ഡോക്ടർ നടത്തി കൃത്യമായ റിപ്പോർട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് നിഷ്പ്രയാസം നമ്മുടെ അപേക്ഷ നിരസിക്കാം, നമ്മുടെ ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ കൂടി ഇപ്പം ഇന്നത്തെ കാലത്ത് പ്രമേഹം, ഡയബറ്റീസ് ചെറുപ്പക്കാർക്ക് പോലും ധാരാളമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള അതുപോലെ തന്നെ അമിതവണ്ണം ധാരാളം ചെറുപ്പക്കാർക്കുള്ള കാര്യമാണ്. അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാനാതരം രോഗങ്ങൾ ഒരു കുറ്റമായി മാറുന്ന ഒരവസ്ഥ വരുന്നു. അവർക്കൊന്നും അമേരിക്കയിലേക്ക് പ്രവേശനമില്ല എന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിസ ഈ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർ അത്രയധികം പരിശോധനയ്ക്കുള്ള സമയമൊന്നുമില്ല, അതിനുള്ള സാഹചര്യങ്ങളുമില്ല. അവരെ കാഴ്ചയിൽ ഇപ്പം ഒരു അമിതമായ വണ്ണമുള്ള ഒരാളെ കാണുക, അല്ലെങ്കിൽ അമിതമായ രോഗമുള്ള ഒരു ആളെ കാണുകയാണെങ്കിൽ തന്നെ വിസ ഓഫീസർക്ക് മനസ്സിലാകും ഇയാൾക്ക് വിസ കൊടുത്താൽ അവിടെ പ്രശ്നമാകും. അപ്പോൾ തന്നെ കൈയോടെ നിരസിക്കുന്നതിനൊരു കാരണമായി തീരുന്നു. നേരെ മറിച്ച് ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ അതനുസരിച്ച് അപേക്ഷകൾ നിരസിക്കാനായിട്ട് കഴിയുന്നു. അത് ഈ ചെറുപ്പക്കാരും ഒക്കെയാണ് അവർക്കൊക്കെ ഇത് ബാധകമായി തീരാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിയമം, ഈ പകർച്ചവ്യാധി, TB അതുപോലെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ അവർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കുമായിരുന്നു, വിസയ്ക്കുള്ള അപേക്ഷ ആ തടസ്സം നീങ്ങുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയുള്ളവർ കൈയോടെ അവരുടെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ഇങ്ങോട്ട് വരാനേ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മുടെ സമൂഹത്തെ ഇമിഗ്രൻസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണത് തോന്നുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇങ്ങനെ നമ്മുടെ പ്രായമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ രോഗമുള്ള ബന്ധുക്കൾ, അവർക്കൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥ വന്നാലത്തെ സ്ഥിതി എന്താവും? ഇപ്പം ചെറുപ്പക്കാരായ ഒരു 40 വയസ്സുള്ള ഭർത്താവിയുടെ 40 വയസ്സുള്ള ഭാര്യയെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ 40 വയസ്സിലൊക്കെ ഡയബറ്റീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെയുള്ള ഭർത്താവിന് അവർക്ക് മതിയായ ഇൻഷുറൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ അവർക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥ വരും. എന്തായാലും ഇങ്ങനെ ഉള്ള നിയമങ്ങൾ, ഹാർട്ട്ലെസ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇമിഗ്രൻസിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ഇതിന് നമ്മുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഇമിഗ്രൻസ് ഇപ്പം 1 മില്യൺ ഇമിഗ്രൻസ് ആണ് ഓരോ വർഷം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമിഗ്രൻസ് വന്നു കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുന്നില്ല. അവർ മാറി നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ അല്ല മറ്റൊരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ കാണുന്നു. നേരെ മറിച്ച്
പിന്നെ കുറേശ്ശെയായിട്ടാണ് ഇമിഗ്രൻസ് വരുന്നതെങ്കിൽ അവർ ഈ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരും. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ സ്ഥിതി ഈ ഇമിഗ്രേഷൻ കഴിയുന്നത്ര കുറയ്ക്കണം എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ നിലപാടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നതും ക്രൂരമായിട്ട് അവരെ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോയി പിന്നെ ജയിലിലാക്കുകയും പിന്നെ അതിക്രൂരമായിട്ട് അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഈ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള മറ്റൊരു നടപടിയായിട്ടാണ് ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. എന്തായാലും ഇത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതിൻ്റെ വ്യക്തമായ പിന്നെ കാര്യങ്ങൾ ഇനി നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ കോൺസുലേറ്റിലും അല്ലെങ്കിൽ ഓരോ ഓഫീസർമാരും ഏത് രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നതെന്നും വിലയിരുത്തുന്നതെന്നും അത് പ്രയോഗത്തിൽ വരുത്തുന്നതെന്നുമാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. ഇപ്പം വിസ നിരസിക്കാൻ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസുഖങ്ങളുള്ളത്? ഇന്ന അസുഖമുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളുടെ വിസ നിഷേധിച്ചിരിക്കുന്നു. വളരെ ഈസിയാണ്. ആരോടും അത് വിസ ഓഫീസറാണ് തീരുമാനിക്കുന്നത്. ആരോടും അയാൾ ഉത്തരം പറയേണ്ടതില്ല. അയാൾ തീരുമാനിക്കുന്നു, നോ എന്ന് പറഞ്ഞാൽ നോ, അവിടെ തീരുന്നു കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹത്തെയൊക്കെ നമ്മുടെ പ്രായമുള്ളവരെയും നമ്മൾ ഫയൽ ചെയ്തിട്ട് സഹോദരന്മാർക്കൊക്കെ ഫയൽ ചെയ്ത് ധാരാളം പേരുണ്ട്. അത് 10, 20, 25 വർഷം കഴിഞ്ഞാണ് അത് കറണ്ടായി വരിക. അവർക്ക് വിസ നമ്പറുകൾ ലഭ്യമായി വരിക. അവർ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് ഫയൽ ചെയ്തതാണ്. പക്ഷേ ആ വിസ നമ്പർ ലഭ്യമാകുമ്പോഴത്തേക്ക് അവർക്ക് 55, 60, 65 വയസ്സൊക്കെ ആയിരിക്കും. അപ്പോഴത്തേക്ക് അത് പലവിധ അസുഖങ്ങളും അവർക്ക് കാണും. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. എന്തായാലും അവരുടെ മക്കൾക്ക് വരാൻ പറ്റില്ല. കാരണം 21 വയസ്സ് കഴിഞ്ഞാൽ ഏജ് ഔട്ടാവും, അവർക്ക് വരാനാവില്ല. പിന്നെ 21 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ മാതാപിതാക്കളോടൊപ്പം പിന്നെ ഫയൽ ചെയ്തവരോടൊപ്പം പോരാൻ പറ്റുക. അപ്പോൾ ആ സ്ഥിതിയിലും ഇപ്പോൾ 65 ഒക്കെ വയസ്സുള്ളവരുടെ മക്കൾ ഏതായാലും 21 വയസ്സായിരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ഈ അമേരിക്കൻ സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്ന ആളുകൾ കൂടുതലായി ഇതിനെപ്പറ്റി അറിയുകയും പഠിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ ആ സ്വപ്നം ഫലവത്തായില്ല എന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പോൾ 4 വർഷം കഴിയുമ്പോൾ ഒരു ഭരണകൂടം മാറും, അപ്പം നയങ്ങളും മാറിയെന്നിരിക്കും. പക്ഷേ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.